അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറളനാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലക്കും തദക്കറൂൻ. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. നാം ഇറക്കുകയും നിയമമാക്കുകയും ചെയ്ത ഒരധ്യായമാണിത്. നാം ഇതിൽ സ്പഷ്ടമായ മാർഗദർശനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഉത്ഭുതരായെങ്കിലോ. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽയശ്ഹദ് അദാബഹുമാ ത്വാഇഫത്തുൻ മിനൽ മുഅ്മിനീൻ. വ്യഭിചാരിണിയും വ്യഭിചാരിയും തമ്മിൽ ഇവർ ഓരോരുത്തരെയും 100 വീതം അടിക്കുക. വ്യഭിചാരിണിയും വ്യഭിചാരിയും ഇവരിൽ ഓരോരുത്തരെയും 100 വീതം അടിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അവരോടുള്ള ദാക്ഷിണ്യം നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കുമ്പോൾ ഒരു പറ്റം സത്യവിശ്വാസികൾ ദൃക്സാക്ഷികളായി ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, സൂറത്തുൻ നൂറിലെ ആദ്യ 2 സൂക്തങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒരു വിശ്വാസി നിർബന്ധപൂർവം പഠിച്ചിരിക്കേണ്ട അധ്യായമാണ് സൂറത്തുൻ നൂർ. മദീനയിലാണ് അവതരിച്ചത്. 64 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഖുർആനിലെ 286 അധ്യായങ്ങളിൽ 86 അധ്യായങ്ങളും മക്കയിൽ, 28 അധ്യായങ്ങൾ മദീനയിൽ എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാമത് പറയുന്നത് സൂറത്തുൻ, ഇതൊരധ്യായമാണ്. അൻസൽനാഹ, നാം ഇറക്കുക. വഫറളനാഹ, നാം അതിൽ നിയമമാക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു അധ്യായമാണിത്. വഅൻസൽനാ ഫീഹ ആയാതിൻ ബയ്യിനാത്ത്, നാം ഇതിൽ സ്പഷ്ടമായ മാർഗദർശനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ഭുതരായെങ്കിലോ. ഇവിടെ ഈ വാക്യത്തിൽ 3 പ്രാവശ്യം അല്ലാഹു നാം എന്ന പദം ന, അൻസൽന, വഫറളിന, വഅൻസൽന 3 പ്രാവശ്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് അവതരിപ്പിച്ചവൻ മറ്റാരുമല്ല, ഞാനാണ് എന്ന് അള്ളാഹു പറയുക. ഏതോ ഒരു പാവം ഉപദേശിയുടെ ഒരു വചനം വേണമെങ്കിൽ കേട്ടാൽ മതി, സ്വീകരിച്ചാൽ മതി എന്ന ലാഘവത്തോടു കൂടിയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവനും ജീവിതവും ഭാഗധേയവും ഒക്കെ ആരുടെ കയ്യിലാണോ, ആരിലേക്കാണോ നിങ്ങൾ മരണം കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലേണ്ടത്, ആ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. പിന്നെ പറയുന്നത് ഫറളിനാഹ, പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ കേവലം ഒരു ശുപാർശയല്ല, ഒരു അഡ്വൈസ്, കേവലം ഒരു നിർദ്ദേശമായിട്ടല്ല. മനസ്സുണ്ടെങ്കിൽ സമ്മതിക്കാനും ഇല്ലെങ്കിൽ തോന്നിയ പോലെ പ്രവർത്തിക്കാനുമൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാവുന്ന സതുപദേശങ്ങളല്ല ഇതിലുള്ളത്. മറിച്ച് നിങ്ങൾ അനുധാവനം ചെയ്യൽ നിർബന്ധമായ നിയമങ്ങളാണിത്. ഓരോ മുഅ്മിനും മുസ്ലിമും അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് അവരുടെ നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ. മൂന്നാമതായി പറയുന്നത് ഇതിൽ വരുന്നത് സ്പഷ്ടമായ നിർദ്ദേശങ്ങളാണ്, ഒരവ്യക്തതയുമില്ല. ചിലത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ചിലതൊന്നും ഈ പുതിയ കാലത്ത് ആധുനിക യുഗത്തിൽ ന്യൂ ജനറേഷനിൽ ഒന്നും ഫിറ്റായ കാര്യങ്ങളല്ല, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടല്ലേ, അതല്ലെങ്കിൽ പഴഞ്ചൻ സംസ്കാരമല്ലേ എന്ന രീതിയിൽ ഒഴിവുകഴിവ് പറയാൻ നിങ്ങൾക്കൊരു അവകാശവുമില്ല. കാരണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്പഷ്ടമായ നിർദ്ദേശങ്ങളാണ് ഈ ഖുർആനുള്ളത്. ലഅല്ലക്കും തദക്കറൂൻ,
നിങ്ങൾ ഉത്ഭുതരായെങ്കിലോ. തുടർന്ന് പറയുന്നത് അസാനിയത്തു വസാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്തൽ ജൽദ. വ്യഭിചാരിണിയും വ്യഭിചാരിയും ഇവരിൽ ഓരോരുത്തരെയും 100 വീതം അടിക്കുക. ഇവിടെ വ്യഭിചാരത്തിനുള്ള ശിക്ഷയെ സംബന്ധിച്ച വിശദീകരണമാണ്. വിവാഹിതരായാൽ വിവാഹിതരല്ലെങ്കിൽ ഇത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. വ്യഭിചാരം അങ്ങേയറ്റം മ്ലേച്ഛമായ കാര്യമാണ്. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ്റെ പ്രയോഗം, വ്യഭിചാരത്തോടടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു മനോഹരമായി ഗൗരവത്തോടെ അക്കാര്യം സൂചിപ്പിക്കുന്നു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായൊരു പ്രവർത്തനമാണ്. ഒരു പുരുഷന് തൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക വീഴ്ച ആവാം, തൻ്റെ ഉടമസ്ഥതയിലുള്ള അടിമസ്ത്രീയുമായിട്ടാവാം. ഖുർആനിൻ്റെ നിർദ്ദേശമനുസരിച്ച് അടിമമോചനം പൂർണ്ണമായും സാധ്യമായൊരു സാഹചര്യത്തിൽ ആ നിയമത്തിന് വലിയ പ്രസക്തിയില്ല. തൻ്റെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായി, തൻ്റെ ഭർത്താവല്ലാത്ത ഒരുവനുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് ഗുരുതരമായ പാപമാണ്. വ്യഭിചാരം എന്നത് എല്ലാ മതങ്ങളും വളരെ ഗൗരവത്തോടെ നമ്മോട് താക്കീത് ചെയ്യുന്ന കാര്യമാണ്. എല്ലാ മതങ്ങളും മ്ലേച്ഛമായി കരുതിയ കാര്യമാണ് വ്യഭിചാരം എന്നത്. ഇനി നിയമപരമായി ശിക്ഷാർഹമാണോ എന്ന് ചോദിച്ചാൽ എല്ലാ മതങ്ങളും അത് ശിക്ഷാർഹമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ലൈംഗികതയോടടുക്കുന്ന, മ്ലേച്ഛവൃത്തിയോടും വ്യഭിചാരത്തോടും അടുക്കുന്ന അങ്ങേറ്റം മോശമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഇസ്ലാം മാത്രമല്ല മറ്റു മതങ്ങളിലും നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അയൽക്കാരൻ്റെ ഭാര്യയുമൊത്തൊരുവൻ വ്യഭിചാരം ചെയ്താൽ വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും വധിക്കപ്പെടണമെന്ന് ലേവ്യ പുസ്തകം 20:10 പറയുന്നു. ഒരാൾ മറ്റൊരാളുടെ ഭാര്യയുമൊത്ത് ശയിക്കുന്നത് കണ്ടാൽ അവരിരുവരും മരണശിക്ഷ അനുഭവിക്കണമെന്ന് ആവർത്തന പുസ്തകത്തിൽ 22-22 പറയുന്നു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. സമയത്തിൻ്റെ ആധിക്യം മൂലം അത്തരം വിശദാംശങ്ങൾ ഒഴിവാക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇസ്ലാമിക നിയമം വ്യഭിചാരത്തെ സ്വയം തന്നെ ശിക്ഷാർഹമായ കുറ്റമായി ഗണിക്കുന്നു എന്നതാണ്. വിവാഹത്തിന് ശേഷമുള്ള വ്യഭിചാരം ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ കുറ്റത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, മനുഷ്യ സമൂഹത്തെ വ്യഭിചാരത്തിൻ്റെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇസ്ലാം സ്വീകരിച്ച നിർദ്ദേശങ്ങൾ ഒരു നല്ല സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന കാര്യമായി നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇടപഴകലുകളെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ച്, അവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പാലിക്കേണ്ടുന്ന നിയമനിർദ്ദേശങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമത്തെ കാര്യം, വ്യഭിചാരം ശിക്ഷാർഹമായ കുറ്റകൃത്യമാണെന്ന് ഹിജ്റ 3 തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആറാമതൊരു കാര്യം, ഈ സൂക്തത്തിൽ വിവരിച്ച ശിക്ഷാ നടപടി കേവല വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ്. ഇസ്ലാമിക ദൃഷ്ടിയിൽ കടുത്ത കുറ്റമായ വിവാഹത്തിന് ശേഷമുള്ള വ്യഭിചാരത്തിൻ്റെ ശിക്ഷയല്ല, അവിവാഹിതർ നടത്തുന്ന വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാണ് ഇതെന്ന് ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സൂറത്തുൻ നിസാ 5-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ത്രീകളിൽ ദുർനടപടികളിൽ ഏർപ്പെടുന്നവർക്കെതിരിൽ നിങ്ങളിൽ നിന്നുള്ള 4 സാക്ഷികളെ കൊണ്ടുവരിക. അവർ സാക്ഷ്യം വഹിക്കുന്ന പക്ഷം ആ സ്ത്രീകളെ മരണം വരെ അല്ലെങ്കിൽ അള്ളാഹു മറ്റു വല്ല വഴിയും നിർദ്ദേശിക്കുന്നവരെ വീടുകളിൽ തടഞ്ഞു വെക്കുക. 25-ാം സൂക്തത്തിൽ ഇങ്ങനെയും പറയുന്നു, നിങ്ങൾ ആർക്കെങ്കിലും വിശ്വാസിനികളായ കുലസ്ത്രീകളെ, മുഹ്സനാത്തുകളെ വിവാഹം ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള വിശ്വാസിനികളായ അടിമ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. അങ്ങനെ ദാമ്പത്യത്തിൻ്റെ പരിധിയിൽ സുരക്ഷിതരായ ശേഷം അവർ ദുർനടപടിയിൽ ഏർപ്പെടുന്ന പക്ഷം കുലസ്ത്രീകൾക്കുള്ളതിൻ്റെ പകുതി ശിക്ഷ അവർക്കുമുണ്ട്. വിവാഹാനന്തരമുള്ള വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്ത് എന്ന് ഖുർആനിലൂടെ പറയുന്നില്ല, മറിച്ച് ഹദീസിൽ അതിന് കൃത്യമായ വിശദീകരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മായിസിൻ്റെയും ഗാമിദിയയുടെയും ശിക്ഷാ നടപടി ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം സൂറത്തുൽ മാഇദ 39 സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി. വല്ലവനും അക്രമം പ്രവർത്തിച്ചതിന് ശേഷം പശ്ചാത്തപിക്കുകയും സ്വയം നന്നാവുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവൻ്റെ പക്ഷാതാപം സ്വീകരിക്കുന്നതാണ്. ഒരു വ്യഭിചാരിയെ ശിക്ഷിക്കണമെങ്കിൽ ചില ഉപാധികളുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടാവണം, സ്വതന്ത്രനായിരിക്കണം, കുറ്റവാളി നിയമാനുസൃതമായി വിവാഹിതനായിരിക്കണം, കുറ്റവാളി മുസ്ലിമായിരിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ നിബന്ധനകളായിട്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടത് വ്യക്തികളല്ല, ഭരണകൂടമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതൊരു രാഷ്ട്ര നിയമത്തിൻ്റെ ഭാഗമായി ഗണിക്കുന്നു. വ്യക്തി സ്വയം കുറ്റം സമ്മതിച്ചാൽ അയാൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാവുന്നതാണ്. മായിസിൻ്റെയും ഗാമിദിയയുടെയും ചരിത്രം നമ്മെ ബോധ്യപ്പെടുന്നത് അത്തരം കാര്യമാണ്. അസ്ലം ഗോത്രത്തിൽപ്പെട്ട മായിസ് ബസ്സാൽ ബിൻ നുഐമിൻ്റെ സംരക്ഷണത്തിൽ വളർന്ന ഒരു അനാഥനായിരുന്നു. മോചിപ്പിക്കപ്പെട്ട ഒരടിമ സ്ത്രീയുമായി അദ്ദേഹം വ്യഭിചരിച്ചു. നബിയുടെ സമക്ഷം പോയി നിന്റെ കുറ്റമറിയിക്കൂ, നിനക്ക് വേണ്ടി അവിടുന്ന് മാപ്പിനിരക്കാമെന്ന് ബസ്സാൽ പറഞ്ഞു. അങ്ങനെ മായിസ് പ്രവാചകൻ്റെ അടുക്കൽ പോവുകയും 2, 3, 4 പ്രാവശ്യം അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും അവസാനം പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. വിശദമായിട്ട് ഇസ്ലാമിക ചരിത്രത്തിലെ കഥ നമുക്ക് വായിക്കാൻ കഴിയും. മായിസിൻ്റെ തൗബയെക്കുറിച്ച് പിന്നീട് ധാരാളമായി പ്രവാചകൻ സംസാരിക്കുന്നുണ്ട്. ഗാമിദിയ എന്ന് പറയുന്ന പെൺകുട്ടി ജുഹൈന ഗോത്രത്തിലെ ഒരു ശാഖയായ ഗാമിദിലെ ഒരു പെണ്ണാണ്. താൻ വ്യഭിചരിച്ചു, ഗർഭിണിയാണ്. 4 പ്രാവശ്യം വന്ന് സമ്മതിച്ചു. പ്രവാചകൻ പറഞ്ഞു, നീ പോവുക. അവൾ പോയി പ്രസവിച്ചു, കുഞ്ഞിന് മുലയൂട്ടി. കുട്ടിക്ക് ഏകദേശം പക്വത വന്ന ശേഷമാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ എറിഞ്ഞുകൊല്ലാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. തെറ്റുകൾ ചെയ്ത് സ്വയം ശുദ്ധീകരിക്കാൻ എന്ന ആഗ്രഹവുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വന്ന വ്യക്തികളായിരുന്നു മായിസും ഗാമിദിയയും. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലേറു മൂലം മായിസ് ബിൻ മാലിക് നിര്യാതനായപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്ക് പറയുകയും അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുകയും ചെയ്തു. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മായിസിൻ്റെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അദ്ദേഹം മഹത്തായ പശ്ചാത്താപമാണ് ചെയ്തത്. അതൊരു സമുദായത്തിൽ ഭാഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് മതിയാകും. കല്ലേറുകൊണ്ട് ഗാമിദിയ മരിച്ചപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവൾക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചു. ഖാലിദ് ബിൻ വലീദ് അവളെപ്പറ്റി എന്തോ ഒരു ദൂഷ്യം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, അരുത് ഖാലിദ്, എൻ്റെ ജീവൻ ആരുടെ അധീനതയിലാണോ അവനാണ് സത്യം. അവൾ വലുതായി പശ്ചാത്തപിച്ചു. അക്രമപരമായി ചുങ്കം പിരിക്കുന്നവനാണ് അങ്ങനെ പശ്ചാത്തപിക്കുന്നതെങ്കിൽ അയാൾക്ക് പോലും പൊറുക്കപ്പെടുമായിരുന്നു. തുടർന്ന് ഈ ആയത്തിൻ്റെ അവസാന ഭാഗം വലാ തഖുലുക്കും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അവരോടുള്ള ദാക്ഷിണ്യം നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ. നിങ്ങൾ അള്ളാഹുവിലും മദീനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കുമ്പോൾ ഒരുപറ്റം വിശ്വാസികൾ ദൃക്സാക്ഷികളായി ഉണ്ടായിരിക്കണം. ഇവിടെ ക്രിമിനൽ നിയമത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ എന്നാണ് പ്രയോഗിച്ചത്. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമല്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിലനിർത്തലും ദീനിൻ്റെ ഭാഗമാണ്. വ്യഭിചാരിക്കും നിശ്ചയിക്കപ്പെട്ട ശിക്ഷ നടപ്പിൽ വരുത്തുമ്പോൾ കുറ്റവാളിയോടുള്ള ദയാദാക്ഷിണ്യ വികാരം അതിൽ വിലങ്ങായി നിൽക്കരുത്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അന്ത്യനാളിൽ ഒരു ഭരണാധിപനെ കൊണ്ടുവരും. അയാൾ ശിക്ഷയിൽ നിന്നൊരു പ്രഹരം കുറച്ചു കളഞ്ഞവനാണ്. എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തു എന്നയാൾ ചോദിക്കപ്പെടും. എൻ്റെ അടിമയോടുള്ള സ്നേഹത്താൽ എന്നയാൾ മറുപടി പറയും. അവരോട് എന്നേക്കാൾ കരുണയുള്ളവൻ നീയാണോ എന്ന് ചോദിക്കുകയും അവനെ നരകത്തിലിടാൻ ആജ്ഞാപിക്കുകയും ചെയ്യും. നോക്കണേ, ഒരു പ്രഹരം കുറച്ചു കളഞ്ഞവന്. ഇനി മറ്റൊരുവൻ ഒരടി കൂടുതൽ നൽകിയവനാണ്. എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവൻ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കാനെന്നായിരിക്കും അയാൾ മറുപടി പറയാം. അവരെപ്പറ്റി എന്നേക്കാൾ നീതിപൂർവ്വം വിധിക്കുന്നവൻ നീയാണോ എന്ന് ചോദിക്കുകയും അവനെയും നരകത്തിലിടുകയും ചെയ്യും. കാരുണ്യത്തിൻ്റെയോ നന്മയുടെയോ പേരിൽ ഏറ്റക്കുറവ് വരുത്തുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കുന്ന വിഷയത്തിൽ നമ്മൾ അങ്ങനെ
അള്ളാഹുവിൻ്റെ നിയമത്തെ മറികടക്കേണ്ടതില്ല എന്ന കൃത്യമായ പാഠം ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക നിയമം ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, സമൂഹത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനിക ആശയങ്ങളെ ആ അർത്ഥത്തിൽ പഠിക്കാനും വായിക്കുവാനും സമൂഹത്തോട് പകർന്നു കൊടുക്കുവാനും നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.